അമേരിക്കയുടെ സ്ഥാനം പേർഷ്യൻ കടലിടുക്കിന് അടിയിലായിരിക്കും. ഇത് വെറുമൊരു പ്രസ്താവനയല്ല കേട്ടോ, മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള ഇറാന്റെ അചഞ്ചലമായ പ്രഖ്യാപനമാണ്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെ നാണംകെട്ട പരാജയത്തിനു പിന്നാലെ പുതിയൊരു അധ്യായം പിറന്നിരിക്കുന്നുവെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനി വ്യക്തമാക്കുന്നത്. സ്വന്തം സൈനിക താവളങ്ങൾ പോലും സംരക്ഷിക്കാൻ ത്രാണിയില്ലാത്ത വാഷിംഗ്ടൺ എങ്ങനെയാണ് ഗൾഫിന് സുരക്ഷ നൽകുക എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം വൈറ്റ് ഹൗസിനെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഗൾഫ് മേഖലയുടെ ഭാവി അമേരിക്കയില്ലാത്ത ഒന്നായിരിക്കുമെന്ന് കൂടി അദ്ദേഹം ഇതിനിടയിലൂടെ അടിവരയിട്ടു പറയുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിക്കുമേൽ സ്വന്തം താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനായി ട്രംപ് പ്രഖ്യാപിച്ച നാവിക ഉപരോധത്തെ പുച്ഛിച്ചു തള്ളുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇറാന്റെ തുറമുഖങ്ങളെ ശ്വാസം മുട്ടിക്കാമെന്നത് വാഷിംഗ്ടന്റെ വെറും വ്യാമോഹം മാത്രമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ ദേശീയ സ്വത്വത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തി അമേരിക്ക നടത്തുന്ന ഈ നീക്കം പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് പെസഷ്കിയാൻ നൽകുന്ന മുന്നറിയിപ്പ്. ഇറാന്റെ പുതിയ പദ്ധതി മേഖലയിൽ നിന്നും അമേരിക്ക തുരത്തി അവിടെ അയൽ രാജ്യങ്ങളുടെ കൂട്ടായ സഹകരണത്തിലൂടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമമാണ് കേട്ടോ. ഇതിൽ റഷ്യയുടെ പിന്തുണയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം അമേരിക്കയുടെ ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ തള്ളിവിട്ടിരിക്കുകയാണ്. ഇറാൻ തുറമുഖങ്ങൾക്കുമേൽ ഉപരോധം വന്നതോടുകൂടി എണ്ണവില ബാരലിന് $126 കുതിച്ചുയർന്നിരിക്കുകയാണ്. ഇറാൻ യുദ്ധത്തിലെ അടുത്ത നടപടിയെ സംബന്ധിച്ച് US സൈന്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് കേട്ടോ എണ്ണവില $126.31 ഉയർന്നത്. യുക്രൈനെതിരായ റഷ്യൻ യുദ്ധം തുടങ്ങിയ 2022 ശേഷമുള്ള ഏറ്റവും ഉയർന്ന എണ്ണവിലയാണ് കേട്ടോ ഇത്. ഇറാൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അസംസ്കൃത എണ്ണവില ബാരലിന് $70 മാത്രമായിരുന്നു. യുദ്ധത്തിന്റെയും ഉപരോധത്തിന്റെയും കരിനിഴലിലും സ്നേഹത്തിന്റെ ഒരു തരി വെളിച്ചം ലോകത്തിന്റെ കണ്ണു നനയിക്കുന്നുണ്ട്. സംഘർഷം മൂലം ഇറാനിൽ കുടുങ്ങിപ്പോയ 8 വയസ്സുകാരൻ റദീൻ 42 ദിവസങ്ങൾക്കു ശേഷം ചൈനയിലെ തന്റെ വിദ്യാലയത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ച ഏതൊരാളുടെയും ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. മുതിർന്നവരുടെ അധികാര വടംവലികൾക്കിടയിൽ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്ര വലുതാണെന്നാണ് റദീന്റെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു ലോകമാണ് വേണ്ടതെന്ന റദീന്റെ മാതാവിന്റെ വാക്കുകൾ ലോക മനസാക്ഷിക്കുള്ള ഒരു സന്ദേശം കൂടിയാണ്. 1622 പോർച്ചുഗീസ് സേനയെ പുറത്താക്കിയ അതേ നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഇറാൻ ഇന്നും അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ അതിശക്തമായി പോരാടുന്നത്. ഉപരോധങ്ങൾ എത്ര നീണ്ടാലും ഭീഷണികൾ എത്ര കടുത്താലും തങ്ങളുടെ മണ്ണും വിഭവങ്ങളും സംരക്ഷിക്കാൻ ഇറാൻ ജനത ഒരുക്കമാണ് എന്നു തന്നെയാണ് ഇന്നലത്തെ മുജ്തബ ഖമനിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത്.